എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 +2 പബ്ലിക് എക്സാം 2025 കുറച്ച് ദിവസമായി +1 +2മായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത. അവസാന ഘട്ടത്തിലാണ് വാല്യുവേഷൻ നടന്നിരുന്നത്. ഇന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 26 കൂടി വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ ക്യാമ്പ് അവസാനിക്കും. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന സന്തോഷ വാർത്തയും A+ൻ്റെ എണ്ണം കൂടും, വിജയശതമാനം കൂടാൻ ചാൻസ് ഉണ്ട്, റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും, എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം, ഇത്രയുമുള്ള അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. +1 +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ഈ അവസാന നിമിഷം പുറത്തു വരുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ഈ അവസാന നിമിഷമാകുമ്പോൾ അത്രത്തോളം വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും തരത്തിൽ നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചു എന്ന് തന്നെയാണ് അധ്യാപകർ പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം SLC പോലെ ഒരു വിജയശതമാനം ഒന്നും ഒരിക്കലും വിദ്യാർത്ഥികൾ എക്സ്പെക്റ്റ് ചെയ്യരുത് +2-ൽ. അതുമാത്രമാണ് നമ്മൾ കഴിഞ്ഞ വർഷം +2-ലെ വിജയശതമാനം എന്ന് പറയുന്നത് 78% കഴിഞ്ഞ വർഷം +2-ലെ വിജയശതമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു 90-ന് മേലെ അല്ലെങ്കിൽ ഒരു 85-ന് മേലെയൊന്നും ഒരിക്കലും +2-ലെ വിജയശതമാനം എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം അത്രയൊന്നും ഉണ്ടാവാറില്ല. കാരണം SLCയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് CE മാർക്ക് ജയിക്കാൻ സഹായിക്കും. +2-ൽ അങ്ങനെയില്ല, CE മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എഴുതിയെടുക്കേണ്ടത് തന്നെയുണ്ട്. അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് NSS NCC പോലുള്ള എന്തെങ്കിലും NSS നാഷണൽ സർവീസ് സ്കീം പോലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2% മാർക്ക് വിദ്യാർത്ഥികൾ ഈ 2% എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10-30 മാർക്ക് ആകുന്നുണ്ട്. A+ൻ്റെ എണ്ണം +2-ൽ കൂടാൻ ചാൻസ് കാണുന്നു. നല്ല രീതിയിൽ തന്നെ +2-ലും 10, 35,000, 45,000 A+കൾ, ഒരു 35,000, 30, 40,000 A+കളൊക്കെ എല്ലാ വർഷവും +2-ൽ വരാറുണ്ട്. വിജയശതമാനം കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം 78 വിജയശതമാനം. ഇത് കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധ്യാപകർ ഇരിക്കുന്നത്. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു എക്സ്പെക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു മെയ് മാസം 2nd വീക്ക് പുറത്തുവിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയ് ഒരു 14 അല്ലെങ്കിൽ 15-നുള്ളിൽ തന്നെ പ്രിയ വിദ്യാർത്ഥിനികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം? +1 റിസൾട്ടിൻ്റെ കാര്യം വിദ്യാർത്ഥികൾ ഓർക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണ്? +1 വാല്യുവേഷൻ്റെ കാര്യം എടുക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് വാല്യുവേഷൻ നടക്കുന്നത്. പറഞ്ഞില്ല എന്ന് ഒരു ചെറിയൊരു ഇതുണ്ട്, അത് തോന്നുന്നു. അപ്പം +1 വാല്യുവേഷൻ നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. +1-ൽ ഡബിൾ വാല്യുവേഷൻ ഒന്നുമില്ല. +1-ൽ A+കളുടെ എണ്ണം വിജയശതമാനം ഒന്നും +1-ൽ കണക്കാക്കപ്പെടാറില്ല, +2-ലാണ് കണക്കാക്കപ്പെടുക. +1 റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ +2-ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ +2-ൻ്റെ റിസൾട്ട് kerala.results.nic.in എന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും. kite.kerala.gov.in എന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും. പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും. പിന്നെ +1 റിസൾട്ട് പറയുകയാണെങ്കിൽ kerala.results.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഏത് വെബ്സൈറ്റിൽ കയറിയിട്ടായാലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്കൈലർ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.